ആശാവാസിയായ ദൈവത്തിലുണ്ട് എനിക്ക് വിശ്വാസം. അതുകൊണ്ട് ഔപചാരികമായിട്ടാണ് ആശംസിക്കാൻ കഴിയും. അങ്ങനെയെല്ലാം ഒന്നാമൊരു ദിവസം വരുമെങ്കിൽ അത് കാണാൻ ഞങ്ങൾ കൂടെ വേണം സർ. കൂടെ കപ്പൽ കരക്കെടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ടായി. ഇവൻ സ്വപ്നം കാണുന്ന കോടികളൊന്നും കയ്യിലൊന്നില്ലെങ്കിലും ഒരു ജീവിതം കാണുന്നു. വീട്ടുകാരോട് യുദ്ധം ചെയ്ത് തുറച്ചിറങ്ങി പോയിട്ട് വരും. മനസ്സുകൊണ്ട് ആശ്രയിക്കാൻ ഞങ്ങൾക്കധികം ആളുകളൊന്നുമില്ല. ഇനി ചിന്ത വേണ്ട. ഇനിയുള്ള കാലം ഞങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടാകണം. സുഖമായാലും ദുരിതമായാലും നമുക്ക് പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ബ്രിട്ടീഷ് സെന്ററിന് വേണ്ടിയാണ് സ്ഥലം അന്വേഷിച്ചത്. അതെ, നമുക്കൊരു ലീസ് എഗ്രിമെന്റ് ആലോചിച്ചാലോ മിസ്റ്റർ ജയപ്രകാശ്? അപ്പോൾ 25 years അത് ഇപ്പോഴും നടക്കുന്നത്. ഞാൻ വേറെ ചില പ്രോജക്റ്റുകൾ തുടങ്ങാനായിട്ടുള്ളൊരു സത്യത്തിൽ ഇത് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഭൗതികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ജയപ്രകാശ് 95 ആണ് പറയുന്നത്. അതെ, അത് ലക്ഷ്യമാണെന്നല്ലേ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തുടങ്ങി. അഡ്വാൻസ് തരുന്നത് തൃശ്ശൂരത്തെ ഒരു ബിലീഫാണ്. വീട്ടിൽ അവരുടെ കയ്യിൽ നിന്ന് അതിനുള്ള നിയമം. ഹലോ, അതെ ആരെയാണ്? നമസ്കാരം സ്വാമി. കോഴിക്കോട് പുതിയ ബ്രാഞ്ച് തുറന്നല്ലേ? ലായനിക്ക് പറഞ്ഞ പ്രശ്നം. എനിക്ക് ലായനിക്ക് ഇതിനൊന്നും പറ്റിയ വിശ്വാസമില്ല. പക്ഷെ സ്വാമി ഒന്ന് നോക്കിക്കോ. നിങ്ങൾക്കാകുമ്പോ അവിടെ കാണിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ. വാസ്തുപ്രകാരം എന്തോ ചില കുഴപ്പങ്ങൾ പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ പറ്റുന്ന പേടിക്കണ്ട. ഇതിനേക്കാൾ ബെസ്റ്റ് പ്രോപ്പർട്ടി ഞങ്ങൾ തരും. എനിവേ നമുക്കൊന്ന് കാണും. ലായനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു നന്നായിപ്പോ ഒരു പേടി ഉണ്ടാവില്ല. സ്വന്തം നഷ്ടത്തെക്കുറിച്ചല്ല, അന്യന്റെ ലാഭത്തെക്കുറിച്ചല്ലേ മനുഷ്യൻ ചിന്തിക്കാൻ നേരുള്ളൂ. എപ്രകാശ്, ഞാനെന്നാൽ നടക്കട്ടെ. ഒന്ന് കളിപ്പണം കൊടുക്കാം. രാജരാജേശ്വരി ക്ഷേത്രം കേട്ടിട്ടില്ലേ? പിന്നെ ഒരുപാട് കേട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നടക്കട്ടെ. ഓ, നൈസ് ടു മീറ്റ് യു. രാജരാജേശ്വരി സ്വാമിയെ രായനെ കാത്തിരിക്കും. അത് നല്ലതായി പിന്നല്ലാണ്ട് ഒരു സ്വാമി പോയാൽ വേറെ സ്വാമി വരും. You have to do one. We'll see it on me. നാല് നില 100 കാറ് പാർക്കിംഗ്. 95 CR പലരും പറഞ്ഞതാ. ആളുകൾക്കാണെങ്കിൽ നമുക്ക് സെറ്റിൽ ഓക്കെ ജയപ്രകാശ്. കമ്പനിയുമായി ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. ഡിസിഷൻ എന്തായാലും വേണ്ടത്. നമുക്ക് ഇതൊന്നും വെയിറ്റ് ചെയ്യാം. അത് ചെയ്യാം. പിന്നെ ഇത് നടന്നിട്ടാണെങ്കിൽ നിങ്ങളുടെ മേലെ എന്തൊക്കെ പറഞ്ഞാൽ മതി. അത് നമുക്ക് ശരിയാക്കാൻ പ്രശ്നമില്ല. അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കമ്പനി തരും. പിന്നെ ഞാനിങ്ങോട്ട് നാളെ അവരാകുമ്പോൾ ഒന്നുകൂടിയിരിക്കാം. ഈ ടൈം കൊണ്ട് കാര്യങ്ങൾ തീരുമാനമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വലിയ ഉപകാരമായിരുന്നു സർ. സത്യം പറഞ്ഞാല് ഒരു കുടുക്കിൽപ്പെട്ടേക്ക് കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ ഈ ഒറ്റ കച്ചവടത്തിൽ ഇറക്കി. കഴിച്ചിനായി കിട്ടിയാല് ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്നിട്ട് എന്ത് 95 കോടി ഏത് തന്നാൽ ഞങ്ങൾ കമ്പ്യൂട്ടർ തരാമെന്നൊരു ഓഫർ കൂടി വെച്ചു.
5 മാസം എടുത്താൽ 10 കൈ കിടക്കല്ലേ? കമ്പനി എത്രയ്ക്ക് വരികയാവും? അത് ഞങ്ങൾ നോക്കുന്ന സ്വപ്നത്തിലെ വഴിക്ക് 100 കോടി ഈസിയായിട്ട് പറഞ്ഞു. ഈ ജയപ്രകാശത്തിന്റെ ബാക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ സാമ്പത്തികമായി സഹായിക്കാൻ? ആരുണ്ടാവാൻ? 3-4 ചെയ്യാൻ മാസം നോക്കാം. അല്ലി കൊണ്ടുപോയി 25 പോക്കാം. കുറിച്ചായി കാലാവധി കിട്ടിയ കാശൊക്കെ കഴിക്കുന്നത്. നമുക്ക് അവനെ ഈ സീരിയലിൽ നിന്ന് മാറ്റിയാക്കിയാണ് വെറുതെ ഒരു ടിപ്പ് കൊടുക്കുക. അവന് കണ്ടാൽ അവന്റെ റിലേറ്റീവ് ഉണ്ട് സുരേന്ദ്രൻ, അയാളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. കഴിഞ്ഞ ദിവസം പാപ്പനുമായി നേരിട്ട് കളിക്കാൻ കഴിയുന്നത് പാപ്പനുമായി എന്തെങ്കിലും കൊടുക്കാം. പക്ഷെ ഇവരെ നൈസായി തൂക്കിയെടുത്ത് പുറത്തെടുക്കേണ്ട ജോലി ഞാനും ചോദിക്കുക. അത് ഞങ്ങളെ ആദ്യം നമുക്ക് ശരിയാക്കാം. എന്നാൽ ഞങ്ങൾ നടത്തി സഹകരിച്ചില്ല, നിങ്ങൾ ചോദിച്ചു. എത്രയാണെന്ന് പറഞ്ഞാൽ അത് പറയും, സമയാവും. ലവ് പണ്ണുകൾക്ക് ചേരാണ് പിഴങ്ങിയാണ് താമരമാണ്. കാലത്തിന് വിശക്കിട്ടില്ല. ഏത് മകളും പറയില്ല. ഏത് കാര്യ സിനിമാത്തിലേക്ക് അവ നമ്മൾ ചക്കുറച്ചാൽ പോലീസുകാരനെ വന്നതിലേക്ക് യഥാർത്ഥത്തിൽ പണ്ണ കഴിയാണ്. ഇവിടെ വിദേശത്ത് വിളിച്ചിട്ടില്ല. നീ ഞങ്ങളെ അറിയാതെ കല്യാണം കല്യാണം ആര് വന്നു? വലിയ കല്യാണം കഴിക്കാൻ അതല്ല എടുത്തു നോക്കി. ഏതായാലും ഏത് പെണ്ണ് ഈ വിജയം കഴിക്കാൻ പെണ്ണും പെണ്ണിന്റെ ഉപ്പാനും കൂടി ഇതിന്റെ കുടിയിലേക്ക് പോയിട്ടുണ്ട്. ബിരിയാണിന്റെ കൂടെ സത്യാസ് ബിരിയാണിന്റെ കൂടെ പെണ്ണും ഈ അടുത്തെല്ലാം ബിരിയാണിയുടെ പെണ്ണ് കാണുക. അപ്പൊ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുപോകുമായിരിക്കും. ബിരിയാണിത്തെ ഫോട്ടോ കാണിക്കാൻ നിർത്തി. ഇപ്പൊ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടേ കാണിക്കുന്ന വീട് തുടങ്ങി. വലിയൊരു വിശേഷമല്ല. നമുക്ക് വ്യക്തം വീട് കിട്ടിയല്ല. അല്ലെങ്കിൽ അവരൊക്കെ ഓർപ്പിക്കുവേ. ഇവളുടെ നിങ്ങൾക്കത് പലപ്പോഴായിട്ട് അത് പ്രത്യേകിച്ച് പറയണം ബിരിയാണി. എന്തായാലും ബിരിയാണി കഴിയുമ്പോൾ പാടില്ല. മറ്റേത് ഫോട്ടോ കാണുക, പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോകും. പെണ്ണിനെ വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ട അപ്പ കല്യാണം. നോക്കണ പോലെ പരിഷ്കാരങ്ങളെ അത് നമ്മൾ കൂടെ പഠിച്ചിട്ടില്ല. ഇതുപോലെ പെണ്ണ് തരക്കേണ്ടത് കുട്ടിക്ക് ഒന്നും ആലോചിക്കായി. അതിനൊരു ഇരിപ്പ് വെച്ചിട്ട് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് പേരെന്ന് പറഞ്ഞേ അല്ല കുട്ടി ഓരോ എന്ത് നേരത്തെ പറയുന്നത് ഈ രാഷ്ട്രമാണ് ആലോചന പേരിന് ഓരോന്ന് വന്നാൽ ഈ ചിങ്ങാപ്പം പിന്നാക്കുന്ന പേരില് ഒരു പെടുത്ത് പേരാണ്. ചന്ദ്രനെ എനിക്കിപ്പോ ഓർമ്മ വീട് മറ്റേ യുവമല്ലേ കട്ടിയെടുപ്പണിക്കൽ ഒരു പേരിട്ടുണ്ടോ അങ്ങനെ കാര്യത്തല്ല. ഞങ്ങൾ സ്വന്തം കാര്യത്തല്ല വീട് വെച്ചത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് കട്ടിലേക്ക് നീ തന്നെ ആയിട്ട് വെച്ചു. അതിൽ ഒരാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറഞ്ഞായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ അയ്യോ അതിന്റെ മറ്റേ ഞാൻ ബിരിയാണിക്ക് വിവരമൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. പണ്ട് ഇങ്ങനെയാ ആ മാത്രം അതെ അല്ല ഇവിടുത്തെ അവസ്ഥ ഞാനീ കല്യാണം നോക്കില്ല. എനിക്ക് സമാധാനം നടത്താം. ഓരോ മോളുടെ കല്യാണം കഴിച്ചിരുന്നത് ഞാൻ ഇന്നലെ